നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LD എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ 2023 ജനുവരിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. 2023-24 കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ 2023 ജനുവരിയും 24 ജനുവരിയും നമുക്ക് വേണം. 2023 ജനുവരി മുതൽ ഡിസംബർ വരെയും വേണം. മന്ത്ലി കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 കറണ്ട് അഫയേഴ്സ് ആണ്. ക്ലാസ്സിലേക്ക് പോകാം. മുൻ മാർപ്പാപ്പ ബെനഡിക്ട് 16 കാലം ചെയ്തു. യഥാർത്ഥ നാമം ജോസഫ് അലോഷ്യസ്. അപ്പോൾ ആരാണ്? മുൻ മാർപ്പാപ്പ ബെനഡിക്ട് 16. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, അടുത്തിടെ അന്തരിച്ച മാർപ്പാപ്പ ആര് എന്ന് ചോദിക്കാം. ആരാണ്? ബെനഡിക്ട് 16 അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് ജോസഫ് അലോഷ്യസ്. എന്താണ്? ജോസഫ് അലോഷ്യസ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാന പ്രകാരം 2023 ലോകരാഷ്ട്രങ്ങൾ ഏത് വർഷമായി ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഏതാണ്? ചെറുധാന്യ വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ് 2023. ഓർത്തിരിക്കുക, 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമമാണ് ഏത്? മൊധേര, ഗുജറാത്ത്. പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമമാണ് മൊധേര, ഗുജറാത്ത്. അപ്പോ മുൻ മാർപ്പാപ്പ ബെനഡിക്ട് 16 കാലം ചെയ്തു. കാലം ചെയ്തു. യഥാർത്ഥ നാമം ജോസഫ് അലോഷ്യസ്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമമാണ് മൊധേര, ഗുജറാത്ത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത് ആരാണ്? അജയ് കുമാർ ശ്രീവാസ്തവ. ആരാണ്? അജയ് കുമാർ ശ്രീവാസ്തവ. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായ വ്യക്തിയാണ് അജയ് കുമാർ ശ്രീവാസ്തവ. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ടി പത്മനാഭന്റെ 10 കഥകളുടെ സമാഹാരം സഖാവ്. അപ്പോൾ സഖാവ് എഴുതിയത് ആരാണ്? ടി പത്മനാഭൻ. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ടി പത്മനാഭന്റെ 10 കഥകളുടെ സമാഹാരമാണ് സഖാവ്. ഇന്ത്യൻ വ്യോമസേനയുടെ വെസ്റ്റേൺ എയർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായി നിയമിതനായത് ആര്? എയർ മാർഷൽ പങ്കജ് മോഹൻ സിൻഹ. അപ്പോൾ എന്താണ്? ഇന്ത്യൻ വ്യോമസേനയുടെ വെസ്റ്റേൺ എയർ കമാൻഡിന്റെ വെസ്റ്റേൺ എയർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായി നിയമിതനായത് ആരാണ്? എയർ മാർഷൽ പങ്കജ് മോഹൻ സിൻഹ. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും സിഇഒയുമായി നിയമിതനായത് അനിൽ കുമാർ ലഹോട്ടി. അപ്പോൾ ലഹോട്ടിയാണ് റെയിൽവേയിലാണ്. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും സിഇഒയുമായി നിയമിതനായത് അനിൽ കുമാർ ലഹോട്ടി. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. നമ്മുടെ കേരളത്തിലെ ധർമ്മടമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം. ഏതാണ്? ധർമ്മടം. ഏതാണ്? ധർമ്മടം. 2023 ജനുവരിയിൽ ഷെങ്കൽ സോണിന്റെ ഭാഗമായ രാജ്യമാണ് ക്രൊയേഷ്യ. ഏതിന്റെ ഭാഗമാണ്? ഷെങ്കൽ സോണിന്റെ. 2023 ജനുവരിയിൽ ഷെങ്കൽ സോണിന്റെ ഭാഗമായ രാജ്യമാണ് ക്രൊയേഷ്യ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും സിഇഒയുമായി നിയമിതനായത് അനിൽ കുമാർ ലഹോട്ടി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ് ധർമ്മടം. 2023 ജനുവരിയിൽ ഷെങ്കൽ സോണിൽ അംഗമായ രാജ്യമാണ് ക്രൊയേഷ്യ. യൂറോ ഔദ്യോഗിക കറൻസിയാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ക്രൊയേഷ്യ? എത്രാമത്തേതാണ്? 20ാമത്തെ. അപ്പോൾ യൂറോ ഔദ്യോഗിക കറൻസിയാക്കുന്ന 20ാമത്തെ രാജ്യമായിട്ടാണ് ക്രൊയേഷ്യ മാറിയിരിക്കുന്നത്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദിയായത് ഇൻഡോർ ആണ്. പ്രവാസി ഭാരതീയ ദിവസ് വേദിയായത് ഇൻഡോർ ആണ്. മുഖ്യ അതിഥി ആരായിരുന്നു? മുഹമ്മദ് ഇർഫാൻ അലി. ഗയാന പ്രസിഡന്റായ
മുഹമ്മദ് ഇർഫാൻ അലിയാണ് മുഖ്യ അതിഥി. ഇതൊന്നും തിരിഞ്ഞു പോകരുത്. റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ മുഖ്യ അതിഥിയെ പഠിച്ചു. ആരായിരുന്നു 2024 75ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ അതിഥി ആരായിരുന്നു? ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ്. അപ്പോൾ ഇത് എന്താണ്? പ്രവാസി ഭാരത് ദിവസിന്റെ മുഖ്യ അതിഥിയായത് മുഹമ്മദ് ഇർഫാൻ അലി, നമ്മുടെ ഗയാനയുടെ പ്രസിഡന്റ് ആണ്. ഗയാന പ്രസിഡന്റായ മുഹമ്മദ് ഇർഫാൻ അലി. അടുത്ത പോയിന്റ്, ഗോവയിലെ ഗ്രീൻഫീൽഡ് വിമാനത്തിന്റെ പുതിയ പേര്. ഇപ്പോൾ ഒരു ട്രെൻഡ് ആണല്ലോ ഓരോന്നിന്റെയും പേര് മാറ്റുന്നത്. അപ്പോൾ ഗോവയിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. എന്താണ്? മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട്. എന്താണ്? മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട്. സുന്നി അണക്കെട്ട്. സുന്നി അണക്കെട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് സുന്നി അണക്കെട്ട്. എന്താണ് അണക്കെട്ടിന്റെ പേര്? സുന്നി അണക്കെട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? ഹിമാചൽ പ്രദേശ്. കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലറായി നിയമിതയായത് ആരാണ്? മല്ലിക സാരാഭായ്. ഇപ്പൊ കേരള കലാമണ്ഡലത്തിന് പുതിയ ചാൻസലർ വന്നു കഴിഞ്ഞു. ആരാണ്? മല്ലിക സാരാഭായ്. കലാമണ്ഡലമൊക്കെ കുറച്ച് നാൾ ഫേമസ് ആയിരുന്നല്ലോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, കേരള കലാമണ്ഡലത്തിന്റെ പുതിയ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായ്. അടുത്ത പോയിന്റ്, വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് വേദിയാകുന്ന രാജ്യം. എന്താണ്? വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയാണ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിന്റെ വേദിയാകുന്നത്. വോയിസ് ഓഫ് സൗത്ത് സമ്മിറ്റിന്റെ വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് വോയിസ് ഓഫ് സൗത്ത് സമ്മിറ്റിന്റെ വേദിയാകുന്ന രാജ്യം. അടുത്തത്, അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള്ളിനം ഏതാണ്? എള്ളിനമാണ്. ഓണാട്ടുകര എള്ള്. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള്ളിനമാണ് ഓണാട്ടുകര എള്ള്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ വേദി ഏതാണ്? അഹമ്മദാബാദ്. ഏതാണ്? അഹമ്മദാബാദ്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി ഏതായിരുന്നു? അഹമ്മദാബാദ് ആയിരുന്നു. പിന്നെ ഒരു ബുക്കിലോട്ടാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം. എന്താണ്? പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MB രാജേഷ് ആണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം. അപ്പോൾ നേരത്തെ നമ്മളൊരു പുസ്തകം പറഞ്ഞു, പുസ്തകമല്ല കഥാസമാഹാരമാണ്. സഖാവ് ആരുടേതാണ്? ടി പത്മനാഭന്റെ കഥാസമാഹാരമാണ് സഖാവ്. ഇപ്പൊ പറഞ്ഞത് ഏതാണ്? പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് MB രാജേഷ്. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വെയിൽസ് ദേശീയ ടീം ക്യാപ്റ്റൻ ആരാണ്? ഗ്യാരത്ത് ബെയിൽ. ആരാണ്? ഗ്യാരത്ത് ബെയിൽ. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വെയിൽസ് ദേശീയ ടീം ക്യാപ്റ്റൻ ആണ് ഗ്യാരത്ത് ബെയിൽ. കെൽട്രോൺ രൂപീകൃതമായതിന്റെ എത്രാമത് വാർഷികമാണ് 2023 ആഘോഷിച്ചത്? എത്രാമതാണ്? 50ാമത്. അപ്പോൾ കെൽട്രോൺ രൂപീകൃതമായിട്ട് 50 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കെൽട്രോൺ രൂപീകൃതമായതിന്റെ 50ാമത് വാർഷികമാണ് 2023 ജനുവരിയിൽ ആഘോഷിച്ചത്. ഗോൾഡൻ ഗ്ലോബ് റേസിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ നേവിയുടെ മുൻ കമാൻഡറായ മലയാളി ആരാണ്? അഭിലാഷ് ടോമി. നമുക്കറിയാം അഭിലാഷ് ടോമി ഒരു ചെറിയ കപ്പലിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി വന്നിട്ടുള്ള മലയാളിയാണ്. അപ്പോൾ ഗോൾഡൻ ഗ്ലോബ് റേസിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ നേവിയുടെ മുൻ കമാൻഡറായ മലയാളിയാണ് അഭിലാഷ് ടോമി. 2023 പുരുഷ ഹോക്കി ലോകകപ്പിന്റെ വേദി ഒഡീഷ. 2023 പുരുഷ ഹോക്കി ലോകകപ്പിന്റെ വേദിയാണ് ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിലവിൽ വരുന്നത് എവിടെ? മുംബൈയിലാണ്. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ സുപ്പാരി. എന്താണ്? ഓപ്പറേഷൻ സുപ്പാരി. തിരുവനന്തപുരം ജില്ലയിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സുപ്പാരി.
അപ്പോൾ 2023 പുരുഷ ഹോക്കി ലോകകപ്പിന്റെ വേദി ഒഡീഷയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. പിന്നെന്താ പറഞ്ഞേ? തിരുവനന്തപുരം ജില്ലയിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സുപ്പാരി. എന്താണ്? ഓപ്പറേഷൻ സുപ്പാരി. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ്? ഇവ. വെയ്സ് മൊബിലിറ്റി ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറാണ് ഇവ. വെയ്സ് മൊബിലിറ്റി ആണ് നിർമ്മാതാക്കൾ. രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. US-ൽ ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്താണ്? US-ൽ ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് അരുണ മില്ലർ. ആരാണ്? അരുണ മില്ലർ. US-ൽ ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് അരുണ മില്ലർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ്? ഇവ. രാജ്യത്ത് GST വകുപ്പ് പുനഃസംഘടിപ്പിക്കാൻ രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. US-ൽ ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് അരുണ മില്ലർ. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് നോക്കിക്കോളൂ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭരോസ്. ഉത്തരങ്ങളിലൊന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭരോസ്. ഏതാണ്? ഭരോസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭരോസ്. ആദിവാസി വിഭാഗങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ഡിജിറ്റൽ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. അപ്പൊ എന്താണ്? ആദിവാസി വിഭാഗങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ഡിജിറ്റൽ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. 2023 റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥിയാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞതാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആ ഫോട്ടോയിൽ കാണുന്നത് ആരാണ്? ആദിത്യ സുരേഷ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചത് ആദിത്യ സുരേഷ്. ഇന്ത്യയിലെ ഏക ചെസ് ടൂറിസം പരിപാടിയായ ചെസ് ഹൗസ് ബോട്ട് 2023 തുടക്കമായത് എവിടെ? ഇന്ത്യയിലെ ഏക ചെസ് ടൂറിസം പരിപാടിയായ ചെസ് ഹൗസ് ബോട്ട് 2023 തുടക്കമായത് എവിടെ? ഹൗസ് ബോട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എവിടെയാണ്? ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയിൽ തന്നെയാണ് ചെസ് ഹൗസ് ബോട്ട് പരിപാടി തുടക്കമായത്. ഏത് രാജ്യത്തിന്റെ സായുധ സേനയാണ് ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്? അപ്പൊ എന്താണ് ചോദ്യം? ശ്രദ്ധിച്ചു നോക്കുക. ഏത് രാജ്യത്തിന്റെ സായുധ സേനയാണ് ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്? 74ാമതെന്നേ പറഞ്ഞിട്ടുള്ളൂ, വർഷം പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പബ്ലിക് ഡേ ഫുള്ള് പഠിച്ചതാണ്. അപ്പോൾ ഏതിൻ്റെയാണ്? ഈജിപ്റ്റ്. 74ാം റിപ്പബ്ലിക് ദിനം എന്ന് പറയുമ്പോൾ ഏത് വർഷത്തേതാണ്? 2023 2023 നമ്മൾ നോക്കുന്നത് 2023 ജനുവരി കറണ്ട് അഫേഴ്സ് ആണ്. 74ാം റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ മുഖ്യ അതിഥി ആയിരുന്നത് ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ആണ്. അപ്പോൾ പങ്കെടുത്ത സായുധ സേന ഏത് രാജ്യത്തിൻ്റെതാണ്? ഈജിപ്തിൻ്റെതാണ്. അപ്പോൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആദിത്യ സുരേഷ്. ഇന്ത്യയിലെ ഏക ചെസ് ടൂറിസം പരിപാടിയായ ചെസ് ഹൗസ് ബോട്ട് 2023 തുടക്കമായത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഏത് രാജ്യത്തിന്റെ സായുധ സേനയാണ് ഇന്ത്യയുടെ 74ാം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്? ഏത് രാജ്യത്തിന്റെയാണ്? ഈജിപ്റ്റ്. ഇത്രയുമാണ് 2023 ജനുവരിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അടുത്ത ക്ലാസ്സിൽ 2024 ജനുവരിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്